ഹായ് ഫ്രണ്ട്സ്, തലേ ദിവസത്തെ കറക്കൊക്കെ കഴിഞ്ഞിട്ട് പെട്ടെന്ന് ഉറങ്ങിയതുകൊണ്ട് തന്നെ രാവിലെ 6 മണിക്ക് എഴുന്നേറ്റു. ഇന്ന് സൺഡേ ആണ്. വേഗം കുളിച്ച് വിളക്കൊക്കെ വെച്ചു. ഇനി നമുക്ക് നേരെ കിച്ചണിലോട്ട് പോവാം കേട്ടോ. വിളക്കൊക്കെ ഞങ്ങൾ കണ്ടല്ലോ. അപ്പോൾ ഇതാണിപ്പോൾ കിച്ചണിൻ്റെ അവസ്ഥ. എന്നുള്ള ഭയങ്കരമായിട്ട് എനിക്ക് എടുത്തു വയ്ക്കാൻ പറ്റിയിട്ടില്ല. കാരണം കണ്ടോ, എൻ്റെ എടുത്തു വയ്ക്കലിൻ്റെ ഭാഗമായിട്ടാണ് ആ ഒരു ലൈറ്ററൊക്കെ പുറത്ത് വന്നത്. അല്ലെങ്കിൽ ലൈറ്റർ, ചാർജർ അതൊക്കെ കറക്റ്റായിട്ട് പ്രോപ്പർ എടുത്ത് വെച്ചിട്ടാണ് ഞാൻ ഉറങ്ങാറുള്ളത്. അപ്പോൾ ഇനിയിപ്പോൾ ഒരു ചായ ഉണ്ടാക്കണം. അതിന് മുന്നേ നമ്മൾ ഇന്നലെ പറഞ്ഞൊരു പണിയുണ്ട്, എന്തായാലും ഇടാനുണ്ട്. ഓൾറെഡി നമ്മൾ വാഷിംഗ് മെഷീനിൽ ഇട്ടിട്ടുണ്ട്. അങ്ങനെ അതിലേക്ക് ഞാനിപ്പോൾ കുളിച്ചിട്ട് ചേഞ്ച് ചെയ്യുക ഡ്രസ്സും അതൊക്കെ ഇട്ടിട്ടൊന്ന് കറക്കി എടുക്കാറുണ്ട്. അപ്പം ഇന്ന് പ്രത്യേകിച്ച് പരിപാടികളൊന്നും പ്ലാൻ ചെയ്തിട്ടില്ല. ശരിക്കും ഇന്ന് എനിക്ക് ഈ സമയത്ത് എഴുന്നേൽക്കേണ്ട കാര്യമില്ല. പക്ഷേ ഈ സമയത്ത് എഴുന്നേറ്റാൽ മാത്രമേ നമുക്ക് കുളിച്ച് വിളക്കൊക്കെ വെക്കാനുള്ള ഒരു സമയം കിട്ടും. അല്ലെങ്കിൽ പിന്നെ 8:30ക്കും ഒക്കെ എഴുന്നേറ്റ് വിളക്ക് വയ്ക്കുമ്പോൾ ഒരു സുഖമില്ലല്ലോ. അങ്ങനെ പിന്നെ ഇന്ന് ഞാൻ രാവിലെ തന്നെ എഴുന്നേറ്റു. ഇന്ന് നമ്മളിവിടെ പോകാനൊന്നും പ്ലാൻ ചെയ്തിട്ടില്ല. പിന്നെ ഈ ഒരു വീഡിയോ ഞാൻ കുറച്ച് പാർട്സ് എടുക്കാമെന്ന് വെച്ചിട്ടായിരുന്നു രാവിലത്തെ. എത്ര കണ്ടിന്യൂ ചെയ്യാൻ പറ്റുമെന്നൊന്നറിയില്ല. അപ്പോൾ അതൊക്കെയാണ്. എന്തെങ്കിലുമൊക്കെ തട്ടിക്കൂട്ടിയൊരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം. കുറേ പരിപാടി ഉണ്ട്, അങ്ങനത്തെ പരിപാടികളുണ്ട്. അപ്പം നമുക്ക് ഒരു ചായ ഉണ്ടാക്കിയിട്ട് കുടിക്കാം. ഉണ്ടല്ലോ, ഇവിടെ ഒരു കുഞ്ഞു തുളസിയുണ്ട്. ഞാൻ കഴിഞ്ഞ ഏതോ ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിന് കണ്ടോ ചെറിയൊരു വാട്ടം വന്നിട്ടുണ്ട്. അത് ഞാൻ 2-3 ദിവസമായിട്ട് പീരിയഡ്സൊക്കെ ആയതുകൊണ്ട് വെള്ളം ഒഴിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഇത് കണ്ടോ ഒരു വൈറ്റ് സാധനം ഇതിന് വന്ന് പിടിക്കുന്നുണ്ട്. ഏതാണെന്നൊന്നും അറിയില്ല. എന്തായാലും ഇന്നലെ ഞാൻ നന്നായിട്ട് വെള്ളമൊക്കെ ഒഴിച്ചിട്ടുണ്ട്. ഇന്ന് പിന്നെ ഞാൻ പറഞ്ഞല്ലോ നമുക്ക് പൂവില്ലാത്തതുകൊണ്ട് ഞാൻ തുളസി ഇലയാണ് പൊട്ടിച്ചിട്ട് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇനി പൊട്ടിക്കാതൊക്കെ സൂക്ഷിച്ച് നോക്കണം, അല്ലെങ്കിൽ പുതിയത് കൊണ്ട് നടേണ്ടി വരും. ഞാൻ എന്താണെന്നറിയോ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ചെയ്യണത്? അത് പിന്നെ പറയാം, അല്ലെങ്കിൽ പിന്നെ ഡബ് ചെയ്യാമെന്നൊക്കെ പറഞ്ഞിട്ട് ഞാനിങ്ങനെ മാറ്റി വയ്ക്കുക. അവസാനം ഡബും ചെയ്യില്ല, വീഡിയോ പോസ്റ്റും ചെയ്യില്ല. അതാണ് എൻ്റെ അവസ്ഥ. അപ്പോൾ ഞാനെൻ്റെ ചായ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം കുറച്ച് നാളായിട്ട് ഷുഗർ കട്ട്, അതായത് ശനിയും ഞായറും ഒഴിച്ചുള്ള ഷുഗർ കട്ടായതുകൊണ്ട് പഞ്ചസാരയുടെ ആവശ്യമില്ല. പിന്നെ ഞാനുണ്ടല്ലോ ബ്രേക്ക്ഫാസ്റ്റിന് വേറൊരു സാധനം ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചത്. അപ്പോഴേക്കും ഫ്രിഡ്ജ് നോക്കുമ്പോൾ ഈ ഒരു പാത്രം നിറയില്ല കേട്ടോ. അത് അതിൻ്റെ ഒരു വൈറ്റ് കളറാണ്. ഈ ഒരു പാത്രം നിറയില്ല. ഇതിൽ കുറച്ച് ദോശയുടെ മാവുണ്ട്. അപ്പോൾ പിന്നെ വിചാരിച്ചു ഞാനെന്തായാലും കെലോഗ്സ് ആണ്. അപ്പോൾ പിന്നെ വെറുതെ പണിയെടുക്കണ്ടല്ലോ. മോനും ആണെങ്കിലും തട്ടിക്കൂട്ടി കൊടുക്കാൻ പറ്റും. എന്നാണെങ്കിൽ ദോശ ചുട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു. ഒരാൾക്ക് കഴിക്കേണ്ട ദോശ ഉണ്ടാവും. പിന്നെ ഡയറ്റ് ആയതുകൊണ്ട് നമ്മൾ കുറവാണല്ലോ ക്വാണ്ടിറ്റി. അത് മതിയെന്ന് വിചാരിക്കുന്നു. അല്ലെങ്കിൽ കുറേ പണിയുണ്ട്. ഇനി ദോശയ്ക്ക് എന്തെങ്കിലും ഒരു കറി ഉണ്ടാക്കണം. ഞാൻ ചെറിയ കുറച്ച് പരിപാടികൾ കബോർഡ് ചെയ്തിട്ടുണ്ട്. വേറൊന്നല്ല, ഒരു പേപ്പറൊക്കെ വിരിച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരേപോലെ വെച്ചിട്ടില്ല, പക്ഷേ എന്നാലും ഞാൻ കുറച്ച് ശരിയാക്കി വെച്ചിട്ടുണ്ട്. ഇത് മോൻ രാവിലെ തന്നെ TV കാണാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ റിമോട്ട് ഇവിടുത്തെ സെക്യൂരിറ്റി കൊണ്ടുപോയി എന്നാണ് അവരോട് പറയാറ്. എന്നിട്ട് ഇങ്ങനെ സൂക്ഷിച്ച് വെക്കും. അതാണ് എൻ്റെ പരിപാടി. അപ്പോൾ ഇതേ നമ്മുടെ ചായ തിളച്ചു. പിന്നെ നമുക്ക് ചായ കുടിക്കാം. നമ്മുടെ മിഷൻ അവിടെ തകൃതിയായിട്ട് കറങ്ങുന്നുണ്ട്. ചായ കുടിച്ചിട്ട് ബാക്കി പരിപാടി. അപ്പോൾ ഉണ്ടല്ലോ, ഞാനിപ്പം ഒരാഴ്ചയായി ചെറിയൊരു തട്ടിക്കൂട്ട് ഷുഗർ കട്ടും നമ്മുടെ ചോറൊക്കെ കുറച്ചിട്ടൊക്കെയുള്ള ഡയറ്റ്. പക്ഷെ തടി അങ്ങോട്ട് കുറയണതായിട്ടോ ഒന്നും എനിക്ക് തോന്നുന്നില്ല. കാരണം പണ്ട് നിങ്ങളൊരു വീഡിയോ കണ്ടല്ലോ, പണ്ട് ഞാൻ മെലിഞ്ഞിരുന്ന ഞാനായിരുന്നു. അപ്പോൾ പെട്ടെന്ന് തടിച്ച് വയറൊക്കെ വന്ന് ചില ഫോട്ടോസൊക്കെ ഇടുമ്പോൾ ഇങ്ങനെ എല്ലാവരും ചോദിക്കും ഇതെന്താ തടിച്ചത്. ചിലർക്ക് നല്ലത് പറയും, ചില ആൾക്കാർ പറയും ഭയങ്കര തടിച്ചു അങ്ങനെ. അപ്പോൾ എനിക്ക് ഭയങ്കര എന്തോ ഒരു പോലെ തോന്നും. അപ്പോൾ കുറച്ചൊന്ന് മെലിയണം എന്നൊക്കെ വിചാരിച്ചു. മെലിയണതെല്ലാം പിന്നെ അങ്ങനെ എക്സസൈസും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. എപ്പോഴും വർക്ക് ചെയ്യുക, ഫുഡ് കഴിക്കുക, കിടന്നുറങ്ങുക, ഇത് മാത്രമാണ് എൻ്റെ പരിപാടി. അപ്പോൾ ഫുഡ് ഉണ്ടാക്കുക അതൊക്കെ ഉണ്ട്. അല്ലാതെ അങ്ങനെ ഭയങ്കര നമ്മുടെ ബോഡി അനങ്ങിയ ഒരു എക്സസൈസോ കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. അതുകൊണ്ട് ഞാൻ ചെറിയൊരു നടത്തൊക്കെ വെച്ചിട്ടുണ്ട്. മോനെ 9 മണിക്ക് കൊണ്ടുവിട്ടിട്ട് ഒരു 20 മിനിറ്റ് നടക്കും. എന്നിട്ട് കയറി വന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടാണ് ഞാൻ ലോഗിൻ ചെയ്യാറ്. പിന്നെ ഉണ്ടല്ലോ വേറെ കാര്യം, ഇപ്പോൾ ഞാൻ ഇത് ചാനൽ പുതിയതാണല്ലോ. പഴയ ചാനലിലാണെങ്കിൽ എനിക്ക് 2000-ൻ്റെ അടുത്ത് സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. വ്യൂസൊക്കെ വരുന്ന ഒരുപാട് വീഡിയോസ് ഉണ്ട്. പക്ഷേ മോണിറ്റൈസേഷൻ ഒന്നും ആയിട്ടില്ല. പക്ഷെ പ്രശ്നം എന്താ അറിയോ, അതിന് ഞാൻ
എൻ്റെ റിലേറ്റീവ്സ്, ഫ്രണ്ട്സ്, സബ്വൈസപ്പ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് സബ്സ്ക്രൈബേഴ്സിനെ കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷേ ഈ ഒരു ചാനലിൽ എൻ്റെ ഹസ്ബൻഡ് ഇപ്പോൾ റീസെൻ്റായിട്ട് സബ്സ്ക്രൈബ് ചെയ്തതാണ്. ഞാൻ പിന്നെ പറഞ്ഞപ്പോൾ ഞങ്ങൾ വീഡിയോ എടുത്തപ്പോൾ എന്തിനാണ് ഈ ചാനലിലൊന്നും ഇടാറില്ലല്ലോ, അപ്പോൾ ഞാൻ പറ്റില്ല പുതിയ ചാനലാണെന്ന് പറഞ്ഞിട്ട് ആൾ സബ്സ്ക്രൈബ് ചെയ്തതല്ലാണ്ട് ബാക്കി 20 പേര് ഇപ്പോൾ ഉണ്ട്. ബാക്കി 19 പേരും എനിക്കറിയാത്ത, എന്നെ അറിയാത്ത ആൾക്കാരായിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. പക്ഷേ എന്നിരുന്നാലും അവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാൻ കാണിച്ചൊരു മനസ്സുണ്ടല്ലോ, അതെനിക്ക് ഭയങ്കരമായിട്ട് എന്താ പറയുക, ഭയങ്കരമായിട്ട് ഇഷ്ടമായി. കാരണം സബ്സ്ക്രൈബ് ചെയ്യാൻ മാത്രമൊന്നും ഞാൻ ചാനലിലൊന്നും ഇട്ടിട്ടില്ല, കുറച്ച് എൻ്റെ പേഴ്സണൽ കാര്യങ്ങളാണ്. അപ്പോൾ നമ്മൾ അറിയാത്ത ആൾക്കാരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതൊരു സന്തോഷമാണ്. പിന്നെ അത് മാത്രമല്ല കേട്ടോ, അന്ന് എനിക്ക് അത്രയും സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായിട്ടും ഞാൻ എന്തെങ്കിലും ഒരു വീഡിയോ ഇട്ടാൽ പല പ്രാവശ്യം ആ വീഡിയോ ആരും കാണത്തില്ല. ഞാനിങ്ങനെ ചിലപ്പോൾ എനിക്ക് 10 വ്യൂ ഒക്കെ കിടക്കും. അതായത് 2000-ഓളം സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായ ചാനലാണത്. ആ സ്ഥാനത്ത് 20 സബ്സ്ക്രൈബർ ഉണ്ടാകുമ്പോൾ എനിക്ക് ചില വീഡിയോസ് പിന്നെ 1000-ന് മുകളിലും അല്ലെങ്കിൽ 200 അത് പോട്ടെ, എനിക്കൊരു 70 വ്യൂസ് ആയപ്പോഴും സന്തോഷമാണ്. കാരണം ആ 70 പേരും നമ്മൾ അറിയാത്തവരാണെന്ന് എനിക്കറിയാം. കാരണം എന്നെ അറിയണ ആരെങ്കിലും ആണെങ്കിൽ എന്തെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യും, അല്ലെങ്കിൽ എന്നോട് ചോദിക്കുമല്ലോ. ഞാൻ കുറ്റം പറയണമല്ല, കാരണം ബാക്കിയുള്ളവർക്ക് നമ്മൾ അറിയുന്നതുകൊണ്ട് നമ്മുടെ ലൈഫ് കാണണം, അല്ലെങ്കിൽ എല്ലാം നമ്മളെക്കുറിച്ച് അറിയാം. അപ്പോൾ അവർക്കത് ടൈം ഉണ്ടാവില്ല. പക്ഷെ നമ്മളെക്കുറിച്ച് അറിയാത്തവർക്ക് ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാവുമല്ലോ, അതാണെന്ന് വിചാരിക്കും. അപ്പോൾ ചായ കുടിക്കും. അതിൽ നമുക്കുണ്ടല്ലോ ഈ ഫ്രണ്ട് വിൻഡോ തുറക്കാനേ പറ്റത്തില്ല. നല്ല തണുപ്പുള്ള സമയത്താണെങ്കിൽ നമുക്ക് ഓക്കെയാണേ. അല്ലാത്ത ടൈമിൽ എന്താണെന്നറിയോ, നമ്മളിത് രാവിലെ നമ്മൾ തുറന്നു കഴിഞ്ഞാണ്ടല്ലോ ഭയങ്കര വെയിലാണ്. എനിക്കറിയില്ല കേട്ടോ, ഭയങ്കര വെയിലാണ്. അപ്പോൾ അതുകൊണ്ട് തുറക്കാറില്ല. ഗ്ലാസ്സിൽ കാണുന്ന പൊടി എന്താണെന്നറിയോ, പുറത്ത് ഭാഗത്തുള്ള പൊടിയാണ്. എനിക്കെങ്ങനെയും ക്ലീൻ ചെയ്യാൻ പറ്റില്ല. പിന്നെ നമ്മുടെ ഈ ചെടി ഉണ്ടല്ലോ, ഇവന് വെയിൽ കൊള്ളാൻ വേണ്ടിയിട്ട് ഈ ഒരു ഏരിയ നമ്മൾ തുറന്നു കൊടുക്കും. അപ്പോൾ ആ പ്ലാന്റിന് അത്യാവശ്യം നല്ല വെയിൽ കിട്ടില്ലേ. സാധനങ്ങൾ നമ്മൾ ആഗ്രഹം കൊണ്ട് വാങ്ങാമെന്ന് പറയില്ലേ, അങ്ങനെ ഞാൻ ഭയങ്കരമായിട്ട് ആഗ്രഹിച്ച് വാങ്ങിയ ഒരു സംഭവമാണ് ഈ ചെടി. വാങ്ങുമ്പോൾ ഭയങ്കര സംഭവമായിരുന്നു. ഞാൻ വിചാരിച്ചു ഇതിവിടെ വെച്ച് കഴിഞ്ഞാൽ അടിപൊളി ലുക്കായിരിക്കും, അങ്ങനെ ആയിരിക്കും. ലുക്കൊക്കെ തന്നെയാണ്. പക്ഷേ ഇപ്പം എനിക്ക് തോന്നുന്നു അതില്ലെങ്കിലും കുഴപ്പമില്ലായിരുന്നില്ല എന്ന്. ചെറിയ ഇലകളൊക്കെ വാടിപ്പോയിട്ടുണ്ട്. കുറച്ച് ഒരു ഇതുമായിട്ടുണ്ടല്ലേ ചെടി, ഒന്ന് ഉഷാറാക്കണം. കുറച്ച് കട്ട് ചെയ്യാനൊക്കെ ഉണ്ട്. എന്തായാലും കുഴപ്പമില്ല, അവന് ആവശ്യത്തിലുള്ള വെയിൽ നമുക്ക് ഇവിടെ നിന്ന് കിട്ടുന്നുണ്ട്. അതന്നെ. പിന്നെ മോൻ ഇടയിലിടയിലേ വെള്ളം സ്പ്രേ ചെയ്യുന്നുണ്ട്. ആ പരിപാടി ഒന്ന് നിർത്തി കൊടുക്കണം, എന്നാൽ ഓക്കെ ആവും. എന്നിട്ട് വാ, ഗുഡ് ബോയ്. എന്നിട്ട് വാ, അന്ന് കുറച്ചേരം കൂടെ വന്നു. ആരും കാണിക്കുന്നില്ലല്ലോ അമ്മ. അമ്മ എന്തോ ഫോണിൽ നോക്കുന്നതാ, കാണിക്കില്ലതാ. കുറച്ച് കഴിയട്ടെ, എന്നിട്ട് തിന്നാൻ തരാം. കുറച്ച് കഴിയട്ടെ. ബ്രഷ് ചെയ്യണ്ട, ബ്രഷ് ചെയ്തിട്ട് നമുക്ക് ഭക്ഷണം കഴിക്കാം. പിന്നെയുണ്ടല്ലോ, നമ്മളിപ്പോൾ ഡയറ്റിൻ്റെ ഭാഗമായിട്ട് ഞാനല്ല, ഏട്ടൻ ഡയറ്റിൻ്റെ ഭാഗമായിട്ട് ഈ നെല്ലിക്കയും പുതിനയും കറിവേപ്പിലയും ഇഞ്ചിയൊക്കെ ഇട്ടിട്ടുള്ള ഒരു മോർണിംഗ് ഡ്രിങ്ക് ജ്യൂസ് കുടിക്കുന്നുണ്ട്. അപ്പോൾ ആ സാധനം ഉണ്ടാക്കലും കൂടി എനിക്ക് രാവിലെ ഒരു പണിയാണ്. കാരണം എനിക്ക് പിന്നെ ചായ വിട്ടിട്ടൊരു പരിപാടിയില്ല. കാരണം ചായ വിട്ട് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് എന്തൊക്കെയോ തലവേദന എടുക്കും. ഇനി പഞ്ചസാര ഇല്ലെങ്കിലും സാരമില്ല, എനിക്ക് എന്തായാലും അത് കുടിച്ചേ പറ്റൂ. ഇനിയുണ്ടല്ലോ, ഞാൻ പെട്ടെന്ന് പോയിട്ട് തക്കാളി ചട്നി ഉണ്ടാക്കട്ടെ, ദോശ ഉണ്ടാക്കട്ടെ. അല്ലെങ്കിൽ എന്താ അറിയോ, ക്യാമറയിൽ നോക്കിയിരുന്നാൽ ഇതിൽ പൊതുവേ ചാർജ് കുറവാണ്. അപ്പോൾ ഒന്നും ഷൂട്ട് ചെയ്യാനും പറ്റില്ല, ഒന്നും കാണാനും പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ എല്ലാം ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോൾ അല്ലെങ്കിൽ ആ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടുള്ള വീഡിയോ എടുക്കും. അങ്ങനെ അവർക്ക് 2 പേർക്കും വേണ്ടിയിട്ടുള്ള ദോശയും തക്കാളി ചട്നിയും പിന്നെ ഏട്ടനുള്ള കട്ടൻ ചായ റെഡിയാക്കി. ഇനി മോന് വേണ്ടിയിട്ട് ഹോർലിക്സ് ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇവർക്ക് ചായ കൊടുത്തിട്ട് വേണം എനിക്കടുത്ത ക്ലീനിങ് പരിപാടി. ഇത് സ്ഥിരമുള്ളതാണ്. രാവിലെ ചായ കുടിച്ച് കഴിഞ്ഞാൽ ഒരു ക്ലീനിങ്, പിന്നെ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ച് കഴിഞ്ഞാൽ വീണ്ടും ക്ലീനിങ്. ഇത് തന്നെയാണ് പരിപാടി. എല്ലാവരും അങ്ങനെയാണല്ലോ. അപ്പോൾ പിന്നെ ഞാൻ പാത്രങ്ങളൊക്കെ കുറേ പാത്രങ്ങളുണ്ട്, വളരെ വലിയാണ് കഴുകുന്നത്. പക്ഷേ നല്ല സ്പീഡായി കാണിക്കുമ്പോൾ നല്ല സുഖമുണ്ട് കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞാൻ നമ്മുടെ പാത്രങ്ങളൊക്കെ കഴുകിയെടുത്ത് ആ സ്ലേവും നമ്മുടെ കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് നന്നായിട്ട് തുടച്ചു. പിന്നെ 9:30 മുന്നേ ചെയ്യേണ്ട ഒരു കാര്യമാണ് നമ്മുടെ ഡസ്റ്റ്ബിൻ എടുത്തിട്ട് പുറത്ത് കൊണ്ടുവെക്കുക എന്നുള്ളത്. അവരൊരു 10 മണി 9:45 ആകുമ്പോഴേക്ക് വരും. അപ്പോൾ ഇൻ കേസ് അവർ വന്നിട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ തലേദിവസത്തെ വേസ്റ്റിൽ തന്നെ വീണ്ടും നമുക്ക് വേസ്റ്റ് ഇടേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് അത് ഞാൻ പെട്ടെന്ന് ഓർത്ത് വേഗം കൊണ്ടുവച്ചു. എന്നിട്ട് മോൻ്റെ പാത്രം എടുത്ത് തിരിച്ച് വന്നിട്ട് ഞാൻ പെട്ടെന്ന് എനിക്കുള്ള മുസ്ലി ഉണ്ടാക്കി. ഡോറൊക്കെ അടച്ചിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. ഇവിടുത്തെ ലൈറ്റ് ഞാൻ വെറുതെ ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പം ഇതാണ് എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ്. കുറേ നാളല്ല, 1-2 ആഴ്ചയായിട്ട് ഇപ്പം ഇതാണ് സംഭവം. പാല് ഒഴിച്ച്
പഞ്ചസാര ഇല്ലാതെ കഴിക്കും. അപ്പോൾ പഞ്ചസാര ഇല്ലാതിരിക്കുമ്പോൾ ചൂടോടെ കഴിക്കണം, അല്ലെങ്കിൽ എനിക്കിഷ്ടമല്ല കഴിക്കാം. ഇത് കഴിഞ്ഞിട്ട് വേണം നമ്മുടെ കിച്ചൺ ക്ലീനിങ് പരിപാടിയിലേക്ക് കിടക്കാൻ വേണ്ടിയിട്ട്. ഞാനിത് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ മോൻ വീണ്ടും വന്ന് കുറച്ച് ടേസ്റ്റ് വെക്കാൻ അങ്ങനെ അവനും കൊടുത്തു കേട്ടോ. കൗണ്ടർ ടോപ്പ് ക്ലീൻ ചെയ്തു. ഈ ഒരു ബോട്ടിൽ ഞാനിപ്പോൾ കഴുകുന്നില്ല, കുറച്ച് കഴിഞ്ഞിട്ടേ കഴുകണമല്ലോ. അത് ഞാൻ എന്തിനോ ഇങ്ങോട്ട് വെച്ചതാണ്. ബാക്കിയൊക്കെ ഞാൻ ക്ലീൻ ചെയ്തിട്ടു. അപ്പം ഇനി നമ്മുടെ സിങ്ക് നന്നായിട്ട് ക്ലീൻ ചെയ്യാനുണ്ട്. ആ പരിപാടിയുണ്ട്. ഇനിയെങ്കിലും ഞാനൊന്ന് എൻ്റെ തുണി വിരിച്ചിടട്ടെ. അങ്ങനെ പുറത്ത് വിരിച്ചിടാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ട്. നോക്കാം, വിരിക്കാം. അടുത്ത പരിപാടി തുടങ്ങാൻ വേണ്ടിയിട്ട് ഞാൻ വീണ്ടും കിച്ചണിലെത്തി. അപ്പം ഇന്ന് ഉണ്ടാക്കുന്നത് ചെറിയൊരു തട്ടിക്കൂട്ട്, എന്താ പറയുക, നമ്മുടെ ഒരു മോനൊരു ഫ്രൈഡ് റൈസ് പോലെ ആക്കി കൊടുക്കാനാണ് ഇന്ന് എൻ്റെ പ്ലാൻ. അപ്പോൾ നമുക്ക് ചെയ്യാം. ശരിക്കും ഞാൻ വളരെ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇട്ട് നോക്കുമ്പോണ്ടല്ലോ 45 മിനിറ്റിന് മേളിൽ, ഏകദേശം 1 മണിക്കൂറിൻ്റെ അടുത്ത് നമുക്ക് ഈ വീഡിയോ വരുന്നു. അപ്പോൾ ഇത്രയൊന്നും ആരും കാണത്തില്ല. പിന്നെ എനിക്കത് അപ്ലോഡ് ചെയ്യാനും ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒരുപാട് കാര്യങ്ങൾ കട്ട് ചെയ്തു. ഞാൻ ഈ കുക്കർ അടുപ്പിൽ വെക്കുന്നതും അത് കത്തിക്കുന്നതും അത് വേവുന്നതും മൊത്തം എടുത്തിട്ടുണ്ടായിരുന്നു. ഒക്കെ കുറച്ച് ഞാൻ വളരെ ചെറുതായിട്ടാണ് ഇപ്പോൾ വീഡിയോ ഇട്ടിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഞാനിതാ ക്യാരറ്റും ഉള്ളിയും ചെറുതായിട്ടൊന്ന് എന്താ പറയുക, നമ്മുടെ എന്താ അതിന് പറയാം, ഫ്രൈഡ് റൈസിന് വേണ്ട പോലെ ആക്കി. ഇതിൽ ഞാൻ പച്ചമുളക് സാധാരണ ഇടാറില്ല. ഇത് ശരിക്കും കുരുമുളക് പൊടിയാണ് നമ്മൾ ഇടേണ്ടത്. പക്ഷേ കുരുമുളക് പൊടിയില്ല, കുരുമുളകാണുള്ളത്. അത് പൊടിക്കാനുള്ള മടി കൊണ്ടാണ് ഞാനിപ്പോൾ ഇങ്ങനത്തെ കളി കളിക്കുന്നത്. ഇതിങ്ങനെ നീളത്തിലിടാൻ കാരണം കുഞ്ഞിന് കൊടുക്കുന്നതല്ല, അവൻ ഇച്ചിരി എരിവൊക്കെ വേണം. അത് എടുത്ത് കളയാൻ നമുക്ക് എളുപ്പമാണല്ലോ. ചെറുതായിട്ട് നുറുക്കിയാൽ ചിലപ്പോൾ കഴിച്ചു പോകും. അപ്പോൾ പിന്നെ കഴിച്ചിലായി പ്രശ്നങ്ങളായി ഒത്തിരി പ്രശ്നങ്ങളാവും. ഇതൊന്ന് എന്താ പറയുക, വാടി വരണ്ട, ജസ്റ്റ് ഒന്ന് ഇതായാൽ മതി. അപ്പോൾ തന്നെ നമുക്കിതിലേക്ക് ഒരു മുട്ട സ്ക്രാമ്പിൾ ചെയ്യണം. ഇട്ടിട്ട് പിന്നെ ഇതാ നമ്മുടെ മറ്റേ ചോറ് ഇതിലോട്ട് തട്ടണം. അതൊക്കെ പണിയുള്ളൂ. കുറച്ച് വേണമെങ്കിൽ കുറച്ചുകൂടെ നെയ്യ് ആഡ് ചെയ്യുക, അത് വേണമെങ്കിൽ ഓപ്ഷനലാണ്. അപ്പോൾ നമുക്കിത് കംപ്ലീറ്റ് ചെയ്യാം. ഇതാ ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇതൊന്ന് സ്ക്രാമ്പിൾ ചെയ്യണം. ഇതാ നമ്മുടെ ചോറ് ഇട്ട് കൊടുത്തു. ഇതൊന്ന് ഇവിടെ ഇങ്ങനെ ചെയ്ത് തീ ഓർക്കാൻ പറ്റും. അടുത്തത് സാലഡിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ കട്ടിങ് ആണ്. അതൊന്നും ഞാൻ എടുക്കണില്ല കേട്ടോ, വീഡിയോയുടെ ലെങ്ത് ഒത്തിരി പോവും. ഒരാൾ ലഞ്ച് കഴിക്കാൻ തുടങ്ങി, ഞാൻ കാണിച്ചു തരാം. കഴിച്ചോ? സ്പൂണോടും കൈയോടും എല്ലാം നമ്മൾ കഴിക്കുന്നുണ്ട്. പിന്നെ റിമോട്ട് ഞാൻ ഇപ്പോൾ കൊടുത്തതാണ് കേട്ടോ. അങ്ങനെ നിർബന്ധമൊന്നുമില്ല, ടി വി കണ്ടേ ഫുഡ് കഴിക്കുമെന്നൊന്നുമില്ല, ഇന്ന് കൊടുത്തതാണ്. റൂമിൻ്റെ കോലം കണ്ട, ഹാളിൻ്റെ കോലം മൊത്തത്തിൽ ശോക അവസ്ഥയിലാണുള്ളത്. കുറേ ടോയ്സ്, കുറേ വാട്ടർ ബോട്ടിൽ. ഇത് അവൻ്റെ ടവലാണ്, അതൊക്കെ ഇങ്ങനെ വലിച്ചു വാരിയിടും. കണ്ടോ, അധികമൊന്നുമില്ല, മീൻസ് അങ്ങനെ ഡസ്റ്റ് ഒന്നുമില്ല, പക്ഷെ ഇങ്ങനെ ടോയ്സൊക്കെ വലിച്ചു വാരിയിടും. സത്യം പറഞ്ഞാണ്ടല്ലോ, ഞാൻ ഇന്ന് എൻ്റെ ബെഡ്ഷീറ്റ് വരെ മടക്കി വെച്ചിട്ടില്ല. കാരണം മടക്കിയിട്ട് കാര്യമില്ല. ഇടയിൽ ഏട്ടനാണെങ്കിലും ഇവനാണെങ്കിലും പോയി കിടക്കും പതക്കും. പിന്നെ ഇതിന് തന്നെയായിരിക്കും പണി. പിന്നെ ഇവിടെ അങ്ങനെ ആരും വരില്ല, നമ്മുടെ നാട്ടിലൊന്നും പോലെ അങ്ങനെ ആരും വരാനില്ല. ഫ്രണ്ട്സ് ആണെങ്കിലും ആരും വരില്ല. അപ്പം പിന്നെ എൻ്റെ നെയ്ബർ വരും. അവിടെ വന്നാലും കുഴപ്പമൊന്നുമില്ല, കാരണം അവിടെയും ആണെങ്കിലും ഇങ്ങനെയൊക്കെ തന്നെയാണ്. അവിടെയും കുഞ്ഞുണ്ടല്ലോ, അപ്പോൾ അവർക്കറിയാം. എന്നാലും ഇന്ന് വരത്തില്ല എന്തായാലും. എല്ലാവരും ഇന്ന് ലീവ് ഇട്ടിട്ട് പുറത്തൊക്കെ പോയിട്ടുണ്ടാവും. ഞാൻ വിചാരിക്കണോ ചിലപ്പോൾ ഞാൻ ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യും. നമ്മൾ ഈവനിങ്ങിൽ പുറത്ത് പോകണുണ്ടോ ഒന്നും എനിക്കറിയില്ല. അങ്ങനെ എന്തെങ്കിലും ഒരു പ്ലാൻ ഉണ്ടെങ്കിൽ ഞാൻ അത് വെച്ചിട്ട് പുതിയൊരു ഫ്രഷ് വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യാം. അല്ലാതെ എനിക്ക് തോന്നുന്നു ഞാൻ രാവിലെ മുതലേ എടുത്തോണ്ട് ഇത് ഭയങ്കര ലെങ്ത് ആയിട്ടുണ്ട്. ഇതിൽ എന്തൊക്കെ കട്ട് ചെയ്ത് കുറച്ചിട്ടൊക്കെ ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല. അപ്പോൾ ചിലപ്പോൾ ഞാൻ ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യും. എന്നിട്ട് നെക്സ്റ്റ് പാർട്ടായിട്ട് നമ്മൾ എവിടെയെങ്കിലും ഈവനിങ്ങിൽ പോകുന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് പാർട്ടായിട്ട്, അല്ലെങ്കിൽ ഈവനിങ് ഭാഗം ഞാൻ നെക്സ്റ്റ് പാർട്ടായിട്ട് ഇടാം. പാട്ടൊക്കെ ആയിട്ട് ഇട്ടാലും കാണാനൊന്നും ആരും ഉണ്ടാവില്ലായിരിക്കും, എന്നാലും എൻ്റെ ഒരു സന്തോഷത്തിന്. ഓക്കെ.